പൂശിയിട്ടൊന്നുമില്ല. ടൈൽ ചെയ്ത് കറണ്ട് ഞങ്ങൾ നേരത്തെ കുറ്റിക്കാൽ കറണ്ട് എടുത്തിട്ടുണ്ടായി. അങ്ങനെ ദൈവദൂതനെ പോലെ ഒരാൾ കോട്ടയത്ത് നിന്ന് എത്തി ഇതേപോലെ തന്നെ ക്ലിയർ. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കാരണം ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനെ, പാവങ്ങളെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും കാറിന്റെ ഉള്ളിൽ കയറി ഇരുന്നു കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചില യൂട്യൂബർമാര്. ഞാൻ എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു മനുഷ്യൻ വന്ന് പാവങ്ങളെ സഹായിക്കുകയും ആരോരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്കെതിരെ ഒരു യൂട്യൂബർ വന്ന് അവൻ കാറിലിരുന്നു കൊണ്ട് അവന് തോന്നുന്ന ഓരോ കാര്യങ്ങൾ വെച്ച് കാച്ചി അത് വിശ്വസിച്ചുകൊണ്ട് ഈ പാവം പിടിച്ച മനുഷ്യനെ, അതായത് ഈ ടോണി ചായൻ എന്ന് പറയുന്ന അച്ചായൻസ് ഗോൾഡിലെ ഈ മനുഷ്യനെ അവഹേളിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഞാൻ സത്യത്തിൽ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് പലരും വന്ന് കമന്റ് ഇട്ടിരുന്നു, അച്ചായനെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചതിന് വളരെയധികം സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചായന് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കിട്ടിയിട്ടുള്ളവർ വന്ന് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ലൈഫ് പദ്ധതിയിലൂടെ എന്ത് പറയുന്ന ഉണ്ടാക്കി കൊടുത്ത വീടിനെ അച്ചായൻ സ്വന്തമാക്കി ഉണ്ടാക്കി കൊടുത്ത വീടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഈ പറയുന്ന യൂട്യൂബർമാർ പറയുന്നത്. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഈ ലൈഫ് പദ്ധതി പ്രകാരം കിട്ടുന്ന 4 ലക്ഷം രൂപയും കൊണ്ട് ഒരു മണ്ണാൻ ചുക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അത് ഓരോ കെടുവായിട്ടാണ് ആ പൈസ കിട്ടുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. അല്ലാതെ ഇവന്മാര് വണ്ടിയെ കുത്തിയിരുന്നു കൊണ്ട് ഇവന്മാർക്ക് ലക്ഷങ്ങളുടെ വരുമാനം കിട്ടും. ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നവൻ അവന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവന് ലക്ഷങ്ങളാണ് കിട്ടുന്നതെന്ന്. അതിൽ നിന്ന് 1 രൂപ പോലും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാത്തവനാ ഈ പറയുന്ന ടോണി ചായനെ പോലെയുള്ള ആൾക്കാര്. അവരുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ട് അവർ കൊടുക്കുന്നത് മറ്റൊരുത്തന്റെ കയ്യിൽ നിന്നും മേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റടുത്ത് പോയി ഇങ്ങനെ ചാരിറ്റിക്ക് പൈസ താ എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല. അങ്ങനെ ഇരിക്കുന്നവരെയാണ് അടിച്ച് താഴെയിട്ട് മറ്റുള്ളവർക്ക് സഹായം കിട്ടുന്നതുകൂടെ ഇല്ലാണ്ടാക്കി കളയുന്നത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് നല്ല ക്ലാരിറ്റി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വീട്ടിലേക്ക് സൂരജ് പോയി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ ചെന്നിരുന്നു. അതായത് ഈ പറയുന്ന അച്ചായൻ ചെന്ന് കഴിഞ്ഞ് അവിടെ ഈ പറയുന്ന സൂരജും പോയി വീഡിയോ എടുത്തിരുന്നു. അവർക്ക് വേണ്ട ധനസഹായങ്ങളൊക്കെ സൂരജും ചെയ്തിരുന്നു. ഇപ്പൊ സൂരജ് വന്നിട്ട് വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്തും ഈ പറയുന്ന അച്ഛനും അമ്മയും കൃത്യമായും അച്ചായൻ ചെയ്ത കാര്യങ്ങൾ പറയുന്നുമുണ്ട്. പിന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ എന്തിനാണ് ആ അദ്ദേഹത്തെ ഇട്ട് ഇങ്ങനെ ക്രൂശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു അത് കാട്ടു നോക്കി. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഈ ടോണി അച്ഛനായിട്ടുള്ള ഒരു ഇഷ്യൂല് ഞാനും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ആ ഒരു വീട്ടിൽ പോയി വീഡിയോ ചെയ്യുന്നത് ഞാനാണ്. എന്റെ പേജിലാണ് ആദ്യമായിട്ട് ഇവരെ വീഡിയോ വരുന്നത്. ഈ ഒരു അച്ഛന്റെ അമ്മയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ഇട്ടത് ഈ ഒരു കാലില്ലാത്ത ആ ഒരു ചേട്ടന്റെ സഹോദരിയുടെ മോനാണ്. അപ്പൊ ആ ഒരു ഒട്ടും നിവർത്തിയില്ലാത്ത ഒരു മണ്ണിട്ട വീട്ടിൽ താമസിക്കുന്നതിന് കഴിക്കാനും ഒരു വക ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്, അത്രയും വിഷമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിഷമായി. എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും കൊടുത്തു, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ചെന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് 3 ദിവസം മുന്നേ അച്ചായൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും ഇവർക്കൊരു വീട് പണി തീരാത്തൊരു വീടുണ്ട്, ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി പൈസ കുറച്ച് കൊടുത്തെന്നും അതേപോലെ സാധനങ്ങളും പൈസയൊക്കെ കൊടുത്തെന്നുള്ളത് അറിഞ്ഞു. പക്ഷെ ഞാൻ അവിടെ പോയി ഈ സാധനങ്ങളും അവർക്ക് പൈസയും കൊടുത്ത സമയത്തൊന്നും ഇവർ പറഞ്ഞിട്ടില്ല, അച്ചായൻ വന്ന കാര്യം ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരെന്നും മറച്ചു വെച്ചൊരു കാര്യം. അപ്പൊ ഇവിടുത്തെ ഇപ്പം ചിലർ അങ്ങനെ കേട്ടോ, അതായത് മറ്റുള്ളവർ വന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറയത്തില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ മറ്റൊരിടത്തുനിന്ന് സഹായം കിട്ടുന്നത് അവർക്ക് കിട്ടത്തില്ലയോ എന്നുള്ള ഒരു വിചാരം കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അല്ല എങ്കിൽ അവരുടെ എന്ത് പറയുന്ന അഭിമാന പ്രശ്നമായിട്ടായിരിക്കണം അവരതങ്ങനെ ചെയ്യാറുള്ളത്. ഇവിടെ അച്ചായൻ വന്ന് സഹായിച്ചു പോയ കാര്യം ഈ സൂരജിനോട് അവർ പറഞ്ഞിട്ടില്ല. എന്നാൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നവരുടെ അടുത്ത് ഇവർ കൃത്യമായിട്ട് പറയുക ചെയ്തിരുന്നു, ഈ പറയുന്ന അച്ചായനാണ് വീട് വെക്കാനുള്ള പൈസ തന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ കട്ട് ചെയ്തു എന്നാണ് അതിന്റെ അകത്ത് അവർ പറയുന്നത്. എന്തായാലും ബാക്കി അപ്പൊ ഇവിടുത്തെ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് ഫുള്ളായിട്ട് അച്ചായനാണോ പണിത് കൊടുത്തത്? ഈ ഒരു വീട് ഫുള്ളായിട്ട് പണിത് കൊടുത്തത് അച്ചായനല്ല. അപ്പൊ ഇതിന്റെ യഥാർത്ഥ സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടെന്ന് പറഞ്ഞാൽ പൂർത്തിയായിട്ടില്ല. 4 ലക്ഷം രൂപയ്ക്ക് എന്തായാലും പൂർത്തിയാവാത്ത ഒരു വീടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഈ ഒരു അച്ഛനും അമ്മയ്ക്കും കിട്ടിയതും പൂർത്തിയാവാത്ത വീടാണ്. അപ്പൊ ഈ ഒരു വീട് പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ അച്ചായന് മെസ്സേജ് അയച്ചു, പലർക്കും മെസ്സേജ് അയച്ചു, പഞ്ചായത്തിലും പറഞ്ഞു. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. ആ സമയത്താണ് അച്ചായൻ വരുന്നതും മൊത്തം ടോട്ടല് 4.5 ലക്ഷം രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത്. 3 ലക്ഷം രൂപ കോൺട്രാക്ട് പണി ചെയ്യാൻ വേണ്ടിയുള്ള ആളുടെ കയ്യിലും 1.5 ലക്ഷം രൂപ ആ ഒരു അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ടോട്ടൽ 4.5 ലക്ഷം രൂപ. അങ്ങനെ ആ ഒരു പൈസ കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വീട് ഇപ്പൊ പൂർത്തിയായിട്ടുള്ളത്. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 4 ലക്ഷവും അച്ചായൻ കൊടുത്ത 4.5 ലക്ഷം രൂപയും കൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് ഇപ്പൊ പൂർത്തിയായിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ. അപ്പൊ പുള്ളി അവിടെ 4.5 ലക്ഷം രൂപ കൊടുത്തത് സത്യമായിട്ടുള്ള കാര്യമാണ്. 1.5 ലക്ഷം രൂപ അമ്മയുടെ കയ്യിലും കൊടുത്ത് 3 ലക്ഷം രൂപ പണിക്കാരന്റെ കയ്യിലും കൊടുത്തു. അതിന്റെ വീഡിയോയിലുണ്ട്. അപ്പം പണി തീരാതെ കിടന്ന ലൈഫിന്റെ വീടിനെ പൂർത്തീകരിച്ച് ഇപ്പം നല്ലൊരു അടിപൊളി വീടാക്കി കൊടുത്തത് അച്ചായനാണ്. ലൈഫ് പദ്ധതിയിൽ ഇവിടെ കിട്ടിയതാണ്. അത് എത്ര ലക്ഷം ആദ്യം കിട്ടി? അങ്ങനെ ബേസ്മെന്റ് ഒക്കെ ചെയ്ത് 4 ലക്ഷം ടോട്ടൽ കിട്ടി. ഇപ്പൊ 4 ലക്ഷം കൊണ്ടാണ് ഇത് മൊത്തം പണിത്. പൂശിയിട്ടൊന്നുമില്ല, ടൈൽ ചെയ്ത്
അതായത് ചെയ്തിട്ടില്ല. കറണ്ട് ഞങ്ങൾ നേരത്തെ കുറ്റിക്കാൽ കറണ്ട് എടുത്തിട്ടുണ്ടായി. അങ്ങനെ ദൈവദൂതനെ പോലെ ഒരാൾ കോട്ടയത്ത് നിന്ന് എത്തി. അച്ചായൻ ഇതേപോലെ കേട്ടോ, ദൈവദൂതനെ പോലെ ഒരാൾ എത്തി, അച്ചായൻ എത്തിയെന്നാണ് അവർ പറയുന്നത്. അതായത് പണി പൂർത്തീകരിച്ചില്ല, തട്ടടിച്ചിട്ടു, എത്രേ ഉള്ളൂ, അതിന് തികയത്തുള്ളൂ പൈസ. ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ എണ്ണം കാറിന്റെ അകത്തിരുന്നോണ്ട് കൊണയടിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഒരു വീട് പണി ചെയ്യണം, അന്നേരം അറിയാം. ഒരു സർക്കാർ തരുന്ന പൈസ അത് എങ്ങനെ തരുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. കുറേശ്ശെയാണ് തരുന്നത്, അതുകൊണ്ടൊന്നും പൂർത്തീകരിക്കാൻ പറ്റില്ല. അത് വീട് പണിയുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി, ഇവൻ ബിഗ് ബോസിൽ പോയ, നമ്മൾ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, അവൻ എങ്ങനെയും ആയിക്കോട്ടെ, അവൻ വന്ന് ഇപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇദ്ദേഹത്തെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്ത് അദ്ദേഹത്തെ ക്രൂശിക്കുകയാണ്. കുറെ എണ്ണം അത് എടുത്തിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അദ്ദേഹം പാവങ്ങൾക്ക് ചെയ്യുന്ന സഹായങ്ങളൊന്നും ഇനി ചെയ്യാൻ പാടില്ല എന്ന രീതിയിലാണ് ഇപ്പൊ അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെയൊക്കെ വീട്ടിൽ നിന്ന് വന്ന് വല്ലതും മേടിച്ചിട്ടാണോ അവിടെ ചെയ്യുന്നത്? ഇവരൊക്കെ പറയുന്ന പ്രകാരം ഇപ്പൊ ഈ ടോണി ചായനെ തുറങ്കലടയ്ക്കണം, ജയിലിലിടണം, അറസ്റ്റ് ചെയ്യണം എന്ന രീതിയിലാണ്. എവിടെ നിന്നൊക്കെ വരുന്നതാ നീയൊക്കെ? ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ പറ. ഈ പുള്ളിക്കാരൻ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞോ, കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെയുള്ള സഹായം ചെയ്യുമ്പോഴും വന്നിരുന്നിട്ട് കൊണയടിക്കുന്നത് എന്ത് രീതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും വന്ന് ഫേക്ക് ഐഡിയിലൂടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് വെച്ചിട്ട് വീഡിയോ അങ്ങ് ഉണ്ടാക്കുക. ഇതിനെന്തെങ്കിലും വാസ്തവമുണ്ടോ നീ പോയി തിരക്ക്. നീ ഇവരുടെ വീടിന്റെ അടുത്തോട്ട് പോയിട്ട് നീ വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ട് നീ വീഡിയോ ചെയ്യും. അപ്പം അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാം. അല്ലാതെ നിനക്ക് ഫേക്ക് ഐഡിയിലൂടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എടുത്ത് വെച്ച് കാശി വീഡിയോ ഇട്ട് നീ അങ്ങ് റീച്ച് ഉണ്ടാക്കി കാശ് മേടിച്ച് നിന്റെ പോക്കറ്റ് ഇടും. പക്ഷെ അങ്ങനെയല്ല. ഒരു ഗോൾഡ് വിറ്റ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ലാഭം എടുത്തിട്ടാണ് പാവങ്ങൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. എന്തായാലും ബാക്കി കിട്ടും. ഇതേപോലെ ക്ലിയർ ആയിട്ട് ഞാൻ ഈ മോളെ കൊടുത്തതാണ്. അത് ഇനി തിരിഞ്ഞു വന്ന കാര്യം എനിക്ക് വന്നിട്ട് ഈ അച്ഛൻ നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പ് ചെയ്തത്? 3 ലക്ഷം രൂപ തന്നു. എത്ര? ആരും തന്നല്ല, നാട്ടുകാർ നമ്മളെ സഹായിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് അതിനെ മറച്ച് തിരിച്ച് അച്ഛനൊന്നും തന്നിട്ടില്ല എന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ തോന്നി ഏട്ടന് ഈ അച്ഛൻ കൊണ്ട് തന്നാന്ന് പറഞ്ഞ 3 ലക്ഷം രൂപ. 3 ലക്ഷം കറക്റ്റാ കിട്ടിയില്ല? 1.5 ലക്ഷം രൂപ തന്നാ ആദ്യം. രണ്ടാമത് ഇവര് ഈ പറയുന്ന അച്ഛനും അമ്മയും എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയത്തില്ല. അവർക്ക് കിട്ടിയത് തന്നെ അവർക്ക് കൃത്യമായിട്ട് പറയാൻ അവർക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസം എഗ്രിമെന്റ് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മറ്റേ കോൺട്രാക്ടർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് 3 ലക്ഷം രൂപ കോൺട്രാക്ടറിനും 1.5 ലക്ഷം രൂപ അമ്മയുടെ കയ്യിലും കൊടുത്തു എന്ന്. പക്ഷെ പുള്ളിക്കാരന് ചിലപ്പോൾ ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നത്. മുമ്പ് 3 എന്ന് പറഞ്ഞു, ഇപ്പൊ 1.5 എന്ന് പറയുന്നതൊക്കെ. 3 ലക്ഷം തന്നിട്ടില്ല. ഈ വീട് മൊത്തം പണിത മേസ്ത്രിയാണ്, പേര് ചെയ്യാം. ടോട്ടൽ എത്ര രൂപ അച്ഛൻ തന്നിട്ടുണ്ട് പൈസ ആയിട്ട്? ഇവിടെ മൊത്തം 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം തന്നിട്ടുണ്ട്. ആരെ കയ്യില തന്നെ? തന്നത് 1.5 അവിടെ കൊടുത്തിട്ട് ബാക്കി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ 3 ലക്ഷം രൂപ ചേട്ടൻ്റെ തന്നിട്ടുണ്ട്. അച്ഛനെ കണ്ടപ്പോ ആ വീട് കണ്ടപ്പോ തന്നെ അച്ഛനെ സഹിക്കാൻ വയ്യാതെ പറഞ്ഞു ഇവിടെ ഒരു വീട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാതെ തട്ടടിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് വെച്ച് തരാം ഞാൻ. അങ്ങനെയാണ് അച്ഛൻ നമുക്ക് ഈ പൈസ തന്നത്. പിന്നെ അച്ഛനാണ് തന്നത്. അപ്പൊ പഞ്ചായത്തുകാർ എല്ലാരും കൂടെ നമ്മളെ വന്നിട്ട് ഈ വാരിയിടുന്നു. അത് നിങ്ങൾ അച്ഛൻ വെച്ചിരുന്ന വീടാണല്ലോ നിങ്ങൾ പറയണത്. നമ്മൾ തന്ന ലൈഫ് പദ്ധതി വീട്ടിന്റെ കാര്യം മറ്റും ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ തന്ന 4 ലക്ഷം രൂപ കൊണ്ടൊന്നും എനിക്ക് വീട് പൂർത്തിയായില്ല, പാതിയിൽ കിടക്കുകയാണ്. അച്ചായൻ വന്നാണ് നമ്മളെ ഇത്രയും സഹായിച്ചത് എന്ന് പറയാം. അതിൽ വല്ല തെറ്റുണ്ടാന്ന് ഞാൻ ചോദിച്ചു. അച്ചായൻ തന്ന കാര്യം കൂടെ നമ്മൾ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യും. അപ്പൊ ഇവര് പറഞ്ഞെന്ന് പറഞ്ഞു. അതിന് അവര് കട്ടാക്കി കഴിഞ്ഞ് നമുക്കൊന്നും അന്ന് നമ്മൾ വന്നപ്പം പറയാൻ മറന്നുപോയി. ആ ഒരു വാക്ക് എന്റെ മനസ്സിൽ നിന്ന് 4.5 ലക്ഷം രൂപ മുടക്കാണ് ഞാൻ ഈ വീട് കംപ്ലീറ്റ്. 4 ലക്ഷം രൂപയ്ക്കും വിലയില്ലാതെ കാക്ക തൂറിയിട്ട് തന്നെ വീട്ടിൽ. ഇവിടെ സൂരജ് പറഞ്ഞൊരു കാര്യം കേട്ടോ, അച്ചായൻ വന്നില്ലായിരുന്നെങ്കിൽ കാക്ക തൂറിയിട്ടേനെ ഒന്ന് ഈ വീട്ടില്. സത്യമാണ്. അങ്ങനെ തന്നെ കിടന്നേനെ. 4 ലക്ഷം രൂപയ്ക്ക് ഒരു കാരണവശാലും അത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കിടന്നേനെ, അവിടെ കാക്ക തൂറി തന്നെ കിടന്നേനെ. ആര് പൂർത്തീകരിക്കും? 4 ലക്ഷം രൂപയ്ക്ക് ആ കാല് വയ്യാത്ത അച്ഛനും അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ കയ്യിൽ അത് പൂർത്തീകരിക്കാൻ പറ്റുമോ? ഒരു വെയിറ്റ് ഷെഡ് പണിയാൻ 15 ലക്ഷം രൂപ കൊടുക്കുന്നിടത്ത് ഈ ഒരു 4 ലക്ഷം രൂപ കൊടുത്ത് എങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും? അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ഇതാണ്, ഓരോ കെടുവായിട്ട് പൈസ തരും, അപ്പം ഈ കിട്ടുന്ന 4 ലക്ഷം രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെങ്കിൽ അത് എന്താ പറയുക, ചിലപ്പോൾ ചതുപ്പുള്ള പ്രദേശമാണെങ്കിൽ, അതോടൊപ്പം തന്നെ നമുക്ക് മണ്ണിടിച്ചിലുള്ള സ്ഥലമാണെങ്കിൽ അവിടെയൊക്കെ കല്ലുകൾ കൂടുതലായിട്ട് വേണം. അപ്പൊ അവിടെ നമുക്ക് പൈസ കൂടുതലായിട്ട് ചെലവാകും. ഒരു ലോഡ് കല്ല് കൊണ്ടുവന്നാൽ തന്നെ ഇത്ര രൂപ ആകും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇച്ചിരി മലപ്രദേശങ്ങളിലാണെങ്കിൽ വണ്ടിക്കൂലി കൂടുതലാകും. അതെല്ലാം നിങ്ങളൊന്ന് ചിന്തിക്കണം. ചുമ്മാ വന്നിരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന അവർ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഇവിടെ ഈ പറയുന്ന അച്ചായൻ വന്നില്ലായിരുന്നെങ്കിൽ പണി പൂർത്തീകരിക്കത്തില്ലായിരുന്നു. ദൈവദൂതനെ പോലെയാണ് അദ്ദേഹം എത്തിയത്, ഞങ്ങൾക്കത് ഉപകാരമാണ് എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴെന്തായാലും സൂരജ് വന്ന് ഈ ഒരു വീഡിയോ വിട്ടതോടുകൂടി തന്നെ അതിനൊരു ക്ലാരിറ്റി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താണോ ചിലപ്പം വായി മിസ്റ്റേക്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്ന് കാണും. ഞാൻ പണിത് കൊടുത്തു എന്ന് പറഞ്ഞു കാണും ഈ അച്ചായൻ. അതിനെന്താ തെറ്റ്? അദ്ദേഹം പണിത് കൊടുത്തില്ലേ? ഈ പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ മൊത്തത്തിലങ്ങ് പണിത് കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടോ?
മൊത്തത്തിൽ കൊടുത്തിട്ടില്ല. അവർ കൊടുത്തത് 4 ഇദ്ദേഹം കൊടുത്തത് 4.5. അപ്പൊ ആരാണ് ഇതിന്റെ ഇത്? അച്ചായന് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പൈസയുടെ ഇത് നോക്കുകയാണെങ്കിൽ, പൈസയുടെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ അച്ചായനാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. അപ്പൊ അച്ചായനല്ലേ അതിന്റെ പേര് പറയാനുള്ള യോഗ്യതയുള്ളൂ. അദ്ദേഹം പണിതെന്ന് പറയുന്നത് എന്താ തെറ്റ്? ഓരോരുത്തരും അതാണ് കുഴപ്പം. സർക്കാർ പണിത് കൊടുത്തതിന് ഈ പറയുന്ന അച്ചായൻ പറഞ്ഞത് പോലും. അച്ചായൻ ആ വീട് നല്ല രീതിയിൽ തന്നെയാണ് പണി ചെയ്യാൻ വേണ്ടി അവരോട് പറഞ്ഞത്. ടൈൽസ് ഇടാൻ പറഞ്ഞു. അത് നല്ല ടൈൽസ് ഇട്ട് നല്ല രീതിയിൽ തന്നെ അവർക്ക് അത് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, എടാ നീയൊക്കെ അവിടെ കുത്തിയിരിക്കടാ, നിന്റെയൊക്കെ ആഗ്രഹം എന്താണ്? ഇപ്പൊ ആ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഈ മനുഷ്യനെ ഇല്ലാണ്ടാക്കണം അല്ലേ? ഈ പറയുന്ന സൂരജ് ഇതുപോലെ സഹായം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ ഇല്ലാണ്ടാക്കും. അതോടൊപ്പം തന്നെ ഉബൈദ്, അവനും ഇതുപോലെ ചെയ്യുന്നതാണ്. അവനെ ഇല്ലാണ്ടാക്കും. നമുക്കോ പറ്റത്തില്ല മറ്റുള്ളവരെ സഹായിക്കാൻ. ഇങ്ങനെ സഹായിക്കുന്നവരെയെങ്കിലും ഇല്ലാണ്ടാക്കാതിരി. നീയൊന്നും കൊടുത്തിട്ടല്ലല്ലോ അവര് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരവരുടെ ഇൻകത്തിൽ നിന്നല്ലേ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത്. അവർ ചെയ്തോട്ടെ. അവർ ചിലപ്പോൾ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുന്നുണ്ടാവും. അത് അവരുടെ പബ്ലിസിറ്റിക്ക് അവർ ചെയ്തോട്ടെന്നേ. അതിനെന്താ? അവർ ചെയ്താൽ തന്നെ അവർ പൈസ കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ പറയുന്നത് ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയരുതെന്ന്. പക്ഷെ ഇവർക്ക് ആ ഇൻകം കിട്ടണമെങ്കിൽ, എന്താ പറയാ, ഇവർക്ക് അവരെ സഹായിക്കാനുള്ള ഒരു ഇൻകം കിട്ടണമെങ്കിൽ ഇവരുടെ വീഡിയോ മറ്റൊരുത്തൻ കണ്ടാലല്ലേ അവർക്കത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടല്ലേ അവർ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. ഇപ്പൊ സൂരജ് പൈസ കൊടുക്കുന്നു എന്ന് വിചാരിച്ചു. ആ സൂരജിന് എവിടുന്ന് പൈസ കൊടുക്കാൻ പറ്റും? അവന് ഇൻകം കിട്ടണമെങ്കിൽ അവൻ ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടാലേ അവിടുന്ന് പൈസ കിട്ടത്തുള്ളൂ. അതെടുത്തിട്ടായിരിക്കും അവൻ കൊടുക്കുന്നത്. അല്ലാതെ നിന്റെ കൂട്ടൊന്നും എടുത്തിട്ട് ആ കാശെടുത്ത് പുട്ടടിക്കുമല്ലോ. അവന്റെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവൻ കൊടുക്കുന്നില്ലേ? എങ്ങനെയും ആയിക്കോട്ടെ. അല്ലാതെ ഓരോരുത്തരൊക്കെ ഫേക്ക് ആയിട്ട് ചാരിറ്റി കാണിക്കുന്നു, കൊടുക്കുന്നു, അതൊക്കെ ഉണ്ടല്ലോ. അതിനെതിരെയൊക്കെ നീയൊക്കെ സംസാരിക്കുക. അപ്പോഴതിനൊക്കെ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ ഇങ്ങനെ കിടന്ന് ക്രൂശിക്കാതെ. ഇവിടെ അച്ചായനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, ഒരു പരസ്യം പോലെ ആയിരിക്കണം അത് ചെയ്യുന്നത്. ആയിക്കോട്ടെ, അദ്ദേഹം പരസ്യം ചെയ്താലോ, അദ്ദേഹം എങ്ങനെ ചെയ്താലോ അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം അദ്ദേഹം പാവം കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കോട്ടയത്ത് അന്നദാനം കൊടുക്കുന്നുണ്ട്. 10, 400, 500 ആൾ, 600 പേർക്ക് അവിടെ എപ്പോൾ ചെന്നാലും ഫുഡാണ്. നീയൊക്കെ വല്ലതും ചെയ്യുന്നുണ്ടോ? എനിക്കറിയാമെന്ന് ചോദിക്കുക. ഈ മനുഷ്യനെ അങ്ങ് അടിച്ചിരുത്തി ആ മനുഷ്യനെ ഇല്ലാണ്ടാക്കി കളയണം എന്നുള്ളതാണ് ഇവന്മാരുടെ കാര്യങ്ങൾ. ഇങ്ങനെ ഓരോരോ ഫേക്ക് വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് ഫേക്ക് ചാരിറ്റി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിക്കോളൂ. ഞാൻ എന്തായാലും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ. ആരുടെ കൂടെ? നമ്മുടെ ഈ ടോണി ചായന്റെ കൂടെ തന്നെയാണ്. എനിക്ക് എന്റെ വീഡിയോയിൽ പലരും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ടോണി ചായന്റെ കൂടെ തന്നെയാണെന്ന്. കാരണം സത്യം അദ്ദേഹത്തിന്റെ ഭാഗത്താണ്. പിന്നെ അദ്ദേഹം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം ചൂണ്ടിക്കാണിക്കേ, അന്നേരം നമുക്ക് പറയാം. ഇപ്പോഴെന്തുമായാലും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി. ഇദ്ദേഹം ചെയ്തതാണ് കറക്റ്റ്. പിന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ ഇതുണ്ടാക്കിയേക്കുന്നത്. നീയൊക്കെ ഉണ്ടാക്കടാ. നീയൊക്കെ എത്രമാത്രം ഉണ്ടാക്കുമെന്ന് നമ്മൾ നോക്കട്ടെ. പിന്നെ ഇവന്റെ സായിയുടെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ടോണി ചായനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടണം. അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങ് കൊണ്ടുപോകണം. എന്നാണ് ഇവന്റെയൊക്കെ ആഗ്രഹം. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും.